الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. تنزيل الكتاب لا ريب فيه من رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ആജ്ഞകളും കൽപ്പനകളും നിരോധനങ്ങളുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം വിടാതെ മുറുകെ പിടിച്ച് അകവും പുറവും പരിശുദ്ധമായ രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുറക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ പരിശുദ്ധ കലാമുമായി ബന്ധപ്പെട്ട് അവന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് അത് കേൾക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിന്റെ അഹുലുകാരെ ബഹുമാനിക്കാനുമെല്ലാം നമുക്കിങ്ങനെ എവിടെ കൂടിയിരിക്കാൻ അവൻ അവസരം നൽകി. നമ്മുടെ ഇരുത്തവും സംസാരവും കേൾവിയുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ റബ്ബൊരുക്കിയ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉദ്യാനങ്ങളിലും പൂന്തോട്ടങ്ങളിലുമെല്ലാം സർവസമാധാനത്തോടെ കൂടിയിരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുവാനാകട്ടെ. ലോകത്ത് പല ദിക്കുകളിൽ നിന്നും പല വിധത്തിൽ മുസ്ലിം ഉമ്മത്ത് വേദനകളും ബഹിഷ്കരണങ്ങളും പ്രയാസങ്ങളും അക്രമങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ കാലത്തിന്റെ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയിലെ ഉയ്ഗർ മുസ്ലിങ്ങളെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. 10 ലക്ഷത്തോളം ആളുകളാണ്
അവിടെ തടവിൽ കഴിയുന്നത്. അവരെ നിർബന്ധിച്ച് കള്ള് കുടിപ്പിക്കുക, നിർബന്ധിച്ച് പന്നിമാംസം ഭക്ഷിപ്പിക്കുക, നിസ്കരിക്കാൻ സമ്മതിക്കാതിരിക്കുക, പരിശുദ്ധ കലാം പാരായണം ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, മതപരമായ സകല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുക, അതിൽ നിന്നെല്ലാം അവരെ തടയുക. പുരുഷന്മാരെ നിർബന്ധിച്ച് ബലാത്കാരമായി കൊണ്ടുപോയി വാസക്തമിക്ക് വിധേയമാക്കുക, വന്ധ്യംകരണത്തിന് വിധേയമാക്കുക. സ്ത്രീകളെയും അതുപോലെ ബലാത്കാരമായി കൊണ്ടുപോയി യുവക്തമിക്ക് വന്ധ്യംകരണത്തിന് വിധേയമാക്കുക. ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ ഭർത്താവിന്റെയോ ആ സ്ത്രീയുടെയോ തന്നെ അനുവാദമില്ലാതെ ഗർഭചിത്രത്തിന് വിധേയമാക്കുക. മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള വെറുപ്പും വിദ്വേഷവും സന്നിവേശിപ്പിക്കുക. അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക. 6000-ഓളം പള്ളികൾ തകർത്ത് തരിപ്പണമാക്കുക. ഓരോ വർഷവും എണ്ണമറ്റ ഇസ്ലാമിന്റെ ഷിആറുകളെ നിഷ്കാസനം ചെയ്യുക. ഇതൊക്കെയാണ് ഉയ്ഗർ മുസ്ലിംകൾ ചൈനയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. എന്നാൽ മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വർഷങ്ങളായി അതിനേക്കാൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്പോർട്ട് ഇല്ലാത്ത ആ ജനതയെ അയൽ രാജ്യങ്ങളൊന്നും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. കപ്പലുകളിൽ കെട്ടിയിട്ട ചെറുതോണികളിൽ ആണും പെണ്ണും കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന കുടുംബങ്ങൾ പലായനം ചെയ്യുകയാണ്. ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും എല്ലാം സമുദ്രാതിർത്തികളിൽ ആ രാജ്യങ്ങളുടെ ദാക്ഷിണ്യത്തിന് വേണ്ടി കാത്തുകിടന്ന് മരുന്ന് കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, പുഴുക്കളുടെ വില പോലും ഇല്ലാതെ മരിച്ചു വീഴുന്ന ആയിരക്കണക്കിന് പച്ച മനുഷ്യരുടെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കഥ, ചരിത്രം, യാഥാർത്ഥ്യം നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. മാസങ്ങളായി രാവിലെ എഴുന്നേൽക്കുമ്പോ സോഷ്യൽ മീഡിയ നോക്കാനോ പത്രമെടുക്കാനോ ഒരു സാധാരണക്കാരനായ മുസ്ലിം ഭയപ്പെടുന്നു. കാരണം എത്ര കുട്ടികളാണ് ഗസയിൽ മരിച്ചു വീണത് എന്നറിയില്ല, എത്ര പള്ളികളാണ് അവിടെ തകർക്കപ്പെട്ടത് എന്നറിയില്ല, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അവസാനം ബോംബിങ്ങിന് വിധേയമായത് എന്നറിയില്ല. നമ്മൾ കണ്ടതാണ് ഈ യുദ്ധത്തിനിടയിൽ, ഈ ആക്രമണങ്ങൾക്കിടയിൽ ചെറിയ ബാലന്മാർ തൊടിയിലെ പൂമ്പാറ്റകളോടും പുഷ്പങ്ങളോടും സംസാരിച്ച് നടക്കേണ്ട പ്രായത്തിൽ പരസ്പരം കൈകളിൽ പേരുകൾ എഴുതി വെക്കുന്ന ആ കുഞ്ഞു ബാല്യങ്ങളെ നമ്മൾ കണ്ടതാണ്. അവരെന്തിനാണ് ആ പേരുകൾ എഴുതി വെക്കുന്നത്? ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ തങ്ങളുടെ ശരീരത്തെ ഛിന്ന ഭിന്നമാക്കി കഴിഞ്ഞാൽ ഈ പേരെഴുതപ്പെട്ട അവയവം കൊണ്ടെങ്കിലും സ്വന്തക്കാർക്ക് തങ്ങളുടെ മൃതശരീരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുമല്ലോ എന്ന വിദൂരമായ പ്രതീക്ഷയിൽ പരസ്പരം കൈകളിൽ പേരെഴുതി വെച്ച് മരണത്തെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്ന ആ കുടുംബങ്ങളുടെ വേദനാജനകമായ രംഗം നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ്, വായിച്ചതാണ്. ഗസയിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു ഡോക്ടറാണ് പറഞ്ഞത്, ആശുപത്രിയിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ആളുകളിൽ പാതി ബന്ധതും മുഴുവൻ ബന്ധതുമായ മനുഷ്യ ശരീരങ്ങളിലെ ആഴങ്ങളിലുള്ള മുറിവുകളിൽ പുഴുക്കളാണുള്ളത്. പുഴുക്കൾ അരിക്കുന്ന രീതിയിലാണ് പല മൃതദേഹങ്ങളും കൊണ്ടുവരപ്പെടുന്നത്. 4 വയസ്സുകാരിയായ 2 കൈയും 2 കാലും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ ആ മുറിവിലേക്ക് ഡ്രസ് ചെയ്ത വേദനാജനകമായ അനുഭവത്തെ കുറിച്ച് ഡോക്ടർ പറയുന്നു, അവൾക്ക് കൊടുക്കാൻ അനസ്തീഷ്യയുടെ മരുന്ന് പോലും ഉണ്ടായിരുന്നില്ല, ഡ്രഗ് പോലും ഉണ്ടായിരുന്നില്ല. ബോധം കെടുക്കാതെ, തികെടുത്താതെ, തരിപ്പിക്കാതെ ആഴത്തിലുള്ള മുറിവിലേക്ക് മരുന്ന് വെച്ചു കിട്ടുമ്പോ തുടക്കത്തിൽ ആർത്താർത്ത കുട്ടി കരഞ്ഞെങ്കിലും പിന്നീട് കരയാൻ പോലും കഴിയാതെ തളർന്ന് അബോധാവസ്ഥയിലേക്ക് പോയ ആ പൊന്നുമകളുടെ കഥ ഡോക്ടർ പറയുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ വായിച്ചതാണ്. ഗസയിൽ മുസ്ലിങ്ങൾ എന്തെന്നില്ലാത്ത പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലെ അവസ്ഥ എന്താണ് എന്ന്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നമ്മളൊക്കെ നേരിടാൻ പോകുന്നത് എന്നറിയില്ല. ബാബരി മസ്ജിദിന് പകരം രാമക്ഷേത്രം, അതിന്റെ പ്രവർത്തനം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പൂജകളും ആരാധനകളും എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. എന്തോ കൊണ്ടുപിടിച്ച ശ്രമം പോലെ ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്താൻ വേണ്ടി ഒറ്റ രാത്രി കൊണ്ടാണ് അവിടെ സൗകര്യമൊരുക്കപ്പെട്ടത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ആ ജുഡീഷ്യറി തന്നെ
ഇത്തരത്തിലുള്ള ഫാസിസത്തിന് ആദ്യമായി വളം വെക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കൊലപാതകങ്ങൾ ആര് നടത്തിയാലും ആര് കൊല്ലപ്പെട്ടാലും അത് തെറ്റാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. രഞ്ജിത്തിന്റെയും ഷാലിന്റെയും കൊലപാതകം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ വേദനിപ്പിക്കേണ്ടതാണ്. പക്ഷെ നീതിയുടെ വിഷയമെത്തുമ്പോൾ, നിയമത്തിന്റെ വിഷയമെത്തുമ്പോൾ ഇരട്ട നീതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു വ്യക്തിയുടെ കൊലപാതകികൾക്ക്, ആ ക്രിമിനലുകൾക്ക്, ആ കൊലപാതകം നടത്തിയ ആളുകൾക്ക് വധശിക്ഷയും മറ്റേ മനുഷ്യരെ കൊന്ന ആളുകൾക്ക് നാട്ടിൽ സ്വച്ഛന്ദം വിഹരിക്കാനുള്ള അവസരവും നമ്മുടെ നാട് ഒരുക്കി കൊടുക്കുമ്പോൾ ഉന്നതമായ ഇന്ത്യയുടെ ഭരണഘടനയാണ് അവിടെ നോക്കുകുത്തിയാവുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയം അതല്ല. സാന്ദർഭികമായി മുസ്ലിം ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. അള്ളാഹുവിലേക്ക് ഓടുക, അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക. നമ്മുടെ സംവിധാനങ്ങൾ കൊണ്ടോ, നമ്മുടെ ഒരുക്കങ്ങൾ കൊണ്ടോ, നമ്മുടെ സന്നാഹങ്ങൾ കൊണ്ടോ മുസ്ലിം ഉമ്മത്ത് ലോകത്തനുഭവിക്കുന്ന ഒരു പ്രയാസത്തിന് മറുപടി വരുത്താൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷ ലഭിക്കണമെങ്കിൽ നാം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ അന്തിമമായ പരിഹാരം കിടക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തവക്കുലാണ്, അവരിലേക്കുള്ള മടക്കമാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ, അവിടുത്തെ അവരകളായ സ്ത്രീകളുടെ, വൃദ്ധന്മാരുടെ എല്ലാം വേദനകൾ കേൾക്കുമാറാകട്ടെ, അത് പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. മസ്ജിദുൽ അഖ്സ എന്ന മുസ്ലിം ഉമ്മത്തിന്റെ സ്വപ്നഭൂമി മുവഹിദുകളായ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് പൂർണ്ണാധികാരത്തിൽ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തെ ചൈനയിലായാലും മ്യാൻമാറിലായാലും ഇന്ത്യയിലായാലും ലോകത്തെ ഏത് പ്രദേശത്തിലായാലും വേദന അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറുതി വരുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ വലിയ പ്രതീക്ഷയാണ്. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നതാണ്. നമ്മുടെ വിജയവും നമ്മുടെ വിമോചനവും നമ്മുടെ ഔന്നത്യവും നമ്മുടെ അഭിമാനവും നമ്മുടെ പ്രതാപവും എല്ലാം കിടക്കുന്നത് ഇസ്ലാമിലാണ്, പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിലാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ ഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ 14 തുന്നുകളുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് അദ്ദേഹം ഖുദ്സിലേക്ക് പ്രവേശിക്കുന്നത്. ലാടം തഴഞ്ഞ കുതിരക്ക് മുകളിൽ മെല്ലെ മാത്രം നടക്കാൻ കഴിയുന്ന കുതിരക്ക് മുകളിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അബൂ ഉബൈദ എന്ന അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ ഉമറിനോട് പറഞ്ഞു, ഉമറെ, നാണക്കേടാണ്, ഇവിടെ മുഴുവൻ ക്രിസ്ത്യാനികളാണ്, ജൂതന്മാരാണ്. അഹ്ലു കിതാബിന്റെ മുന്നിൽ നമുക്കൊരു ഇസ്സത്തില്ലാതെയായി പോകും, അതുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട് ചരിത്രത്തിൽ. അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ഇന്ന് ഈ ഖുദ്സിന്റെ ഭൂമിയിൽ അധികാരം കിട്ടാൻ, നമുക്ക് അധികാരം കിട്ടാൻ കാരണം ഏതെങ്കിലും രീതിയിലുള്ള വസ്ത്രധാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ പരിശ്രമങ്ങളോ അല്ല, മറിച്ച് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മാത്രമാണ് നമ്മെ ഇവിടെ എത്തിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ അനുധാവനം മാത്രമാണ് നമ്മെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് മുസ്ലിം ഉമ്മത്ത് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യാശിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ പതനത്തിന്റെ തുടക്കമാണ്, അതവരുടെ തകർച്ചയുടെ തുടക്കമാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ പൂർവികനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 2024 ഫെബ്രുവരി മാസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭവന്റെ വാക്കുകൾ ഹൃദയത്തിന്റെ അംഗങ്ങളിലേക്ക് കടമെടുത്ത് ഇസ്ലാമിന്റെ ഇസ്സത്തിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആ ഒരു മാതൃകയിലേക്ക്, ആ ഖുർആൻ ജീവിതത്തിന്റെ യഥാർത്ഥ മാതൃകയായി സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് തിരിച്ചു പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത എത്രയോ പ്രത്യേകതകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നതാണ് സത്യം. ഖുർആൻ മാത്രമാണ് ലോകത്ത് നിലനിൽക്കുന്ന ദൈവിക ഗ്രന്ഥമെന്ന് തെളിയിക്കുന്ന, എന്ന് വിളിച്ചു പറയുന്ന എത്രയോ വസ്തുതകൾ, എത്രയോ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു, നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ പറയുന്ന ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ള മതമാണ് ക്രിസ്തുമതം. അവരുടെ ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിൾ അവതരിപ്പിക്കപ്പെട്ടത് അരാമിക് ഭാഷയിലോ ഹിബ്രു ഭാഷയിലോ ഗ്രീക്ക് ഭാഷയിലോ ആണ്. നിങ്ങൾ ഒരു 10 100 ക്രിസ്ത്യാനികളെ വിളിച്ചു കൂട്ടുക, എന്നിട്ട് അവരോട്
അരാമിക്കിലോ ഹിബ്രുവിലോ ഗ്രീക്കിലോ ബൈബിളിന്റെ ഏതെങ്കിലും ഒരു വചനമൊന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാൻ പറയുക. അവർക്കതിന് കഴിയില്ല, സാധിക്കില്ല. 10,000 വിളിച്ചു കൂട്ടിയാൽ ഒരുപക്ഷെ 1-2 ആളുകൾ അതിന് തയ്യാറായേക്കാം. എന്നാൽ ഈ കൂട്ടത്തിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഇതിൽ സാധാരണക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, പല ആശയങ്ങളും ആദർശങ്ങളും ഉള്ളവരുണ്ട്, ജീവിതത്തിന്റെ ഉന്നത തലങ്ങളിൽ വിഹരിക്കുന്നവരുണ്ട്, സാധാരണ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ പോലും ഒഴിയാതെ, ഒരാൾക്ക് പോലും അത് പൂർത്തിയാകാതിരിക്കുക എന്ന അവസ്ഥ ഒരാൾക്ക് പോലും ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവർക്കും അർ-റഹ്മാൻ റഹീം തൊട്ട് വലദ്ദാലീൻ വരെയുള്ള ഫാത്തിഹ സൂറത്തിന്റെ ആയത്ത് പാരായണം ചെയ്യാൻ സാധിക്കും. ലോകത്ത് ലക്ഷക്കണക്കിന് ഹാഫിളുകളാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്, ലക്ഷക്കണക്കിന് ഹാഫിളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാനാണ് ഈ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന പടച്ച റബ്ബിന്റെ വാക്കുണ്ടല്ലോ, അള്ളാഹുവിന്റെ വചനമുണ്ടല്ലോ. അക്ഷരാർത്ഥത്തിൽ അത് പുലർന്നു കാണുന്നത് പരിശുദ്ധ ഖുർആനിനെ വള്ളി പുള്ളി തെറ്റാതെ, ഹർഫും ഹർക്കത്തും തെറ്റാതെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിയ, മനപ്പാഠം പഠിച്ച, ഭൂമിക്ക് മുകളിലൂടെ നടക്കുന്ന ഹാഫിളുകളാണ്, ഹാഫിളുൽ ഖുർആനുകളാണ്. നമുക്ക് അഭിമാനിക്കാം. ഈ പരിപാടി തുടങ്ങുന്നതിന്റെ മുന്നേ ഖുർആൻ ആസ്വാദനത്തിൽ നാം കേട്ടതാണ്, ചെറിയ കുരുന്നുകൾ, ചെറിയ മക്കൾ കൺകുളിർമ എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ അതാണ്. നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുൻ, അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളെ കൊണ്ടും ഞങ്ങളുടെ ഇണകളെ കൊണ്ടും നീ കൺകുളിർമ നൽകണേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്താണ് കൺകുളിർമ? ആ കൺകുളിർമയാണ് ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. അതാണ് കൺകുളിർമ, അതാകണം കൺകുളിർമ. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട അഷ്റഫ് പറഞ്ഞതുപോലെ, ഇത് അള്ളാഹുവിന്റെ കുടുംബക്കാരെ ബഹുമാനിക്കുന്ന സദസ്സാണ്, ഇത് അള്ളാഹുവിന്റെ കുടുംബക്കാരെ ബഹുമാനിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുത്ത് ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. നമ്മെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുക നമ്മുടെ കുടുംബത്തെ ബഹുമാനിക്കുമ്പോഴാണ്. നമ്മുടെ ഉമ്മയെ, നമ്മുടെ ബാപ്പയെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ എല്ലാം ബഹുമാനിക്കുമ്പോഴാണ് ആളുകളോട് നമുക്ക് കൂടുതൽ അടുപ്പമുണ്ടാകുന്നത്. അതുപോലെ തന്നെ അവരെ അപമാനിക്കുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദന എപ്പോഴാണ് തോന്നുക? ബാപ്പയെ തെറി പറയുമ്പോ, ഉമ്മയെ തെറി പറയുമ്പോ, തറവാടിനെ തള്ളി പറയുമ്പോ, കുടുംബത്തെ മോശമാക്കി കാണിക്കുമ്പോ മനുഷ്യന്റെ വികാരമാണ് കുടുംബം. കുടുംബത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോ മനുഷ്യന് സ്നേഹവും ആദരവും ഉണ്ടാകുന്നെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരെ നമ്മൾ ബഹുമാനിക്കുമ്പോ, ആദരിക്കുമ്പോ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുകയും അത് കാരണം നമ്മെ ബഹുമാനിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ദൈവികമെന്ന് സ്വയം അവകാശപ്പെടുന്ന, പടച്ച റബ്ബിന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന പരിശുദ്ധ ഖുർആനല്ലാത്ത മറ്റൊരു ഗ്രന്ഥവുമില്ല എന്നാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് മതഭേദ ഗ്രന്ഥങ്ങളുമുണ്ട്. എന്നാൽ ഈ ഗ്രന്ഥങ്ങളൊന്നും ഇത് ദൈവികമാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഖുർആനിന്റെ ഒന്നാമത്തെ മെസ്സേജ് തന്നെ എന്താണ്? ഖുർആനിന്റെ ഒന്നാമത്തെ സന്ദേശം തന്നെ എന്താണ്? നമ്മൾ ഇതിന്റെ തുടക്കത്തിലുള്ള ഖുർആൻ ആസ്വാദനത്തിൽ കേട്ടല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, അതിൽ അള്ളാഹുവിന്റെ ചില നാമവിശേഷങ്ങളാണ് പറയുന്നത്. അതിനുശേഷം തൗഹീദിന്റെ പ്രഖ്യാപനമാണ്, അതിനുശേഷം ചില ദുആകളാണ്. അതിന്റെ തൊട്ടടുത്ത് വരുന്ന സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്ന 3 ഹർഫിലൂടെയാണ്. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ആശയം എന്താണെന്ന് ലോകത്തിന്റെ രക്ഷിതാവിന് മാത്രമേ അറിയുകയുള്ളൂ, അത് അവതരിപ്പിച്ചതിന് മാത്രമേ അറിയുകയുള്ളൂ. അതിന്റെ തൊട്ടടുത്ത് ഒന്നാമത്തെ മെസ്സേജ്, പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് സന്ദേശം? അല്ലാഹു സംസാരിക്കുന്നു, ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ദൈവിക ഗ്രന്ഥം, ഇതാകുന്നു പടച്ച റബ്ബിന്റെ ഗ്രന്ഥം. ലാ റൈബ ഫീഹിൽ സംശയമേ ഇല്ല. ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വഴികാട്ടിയാകുന്നു ഈ ഗ്രന്ഥം. ഖുർആനിന്റെ ഒന്നാമത്തെ സന്ദേശമാണ്.
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ താളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം ദൈവികമാണെന്ന് പച്ചയായി പ്രഖ്യാപിക്കുന്നത് കാണാം. സൂറത്തുൽ സജ്ദ 32-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഇത് ലോകത്തിന്റെ രക്ഷിതാവിൽ നിന്ന് അവതീർണമായതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. സൂറത്തുൽ ശുആറാ 26-ാം അധ്യായം 192-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ രക്ഷിതാവിൽ നിന്ന് അവതീർണമായതാണ് ഈ പരിശുദ്ധ ഖുർആൻ. ആവർത്തിച്ച് അല്ലാഹു സത്യപ്പെടുത്തുകയാണ്. 36-ാം അധ്യായം സൂറത്ത് യാസീനിന്റെ 5-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, തൻസീലുൽ അസീസിർ റഹീം. പ്രതാപിയും കരുണാനിധിയുമായ ലോകരക്ഷിതാവിൽ നിന്ന് അവതീർണമായതാണ് ഈ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വിവരിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവിൽ നിന്ന് അവതീർണമായതാണ് ഈ പരിശുദ്ധ ഖുർആൻ. ലോകത്തെ മറ്റൊരു മതഭേദ ഗ്രന്ഥങ്ങളിലും ഇത്ര ആവർത്തി പോയിട്ട് ഒരൊറ്റ തവണയെങ്കിലും അതിന്റെ പ്രഖ്യാപനം കാണാൻ സാധ്യമല്ല. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളാകട്ടെ, ബൈബിളാകട്ടെ, ബൈബിളിലെ പഴയ നിയമമാകട്ടെ, പുതിയ നിയമമാകട്ടെ, ഇത് ദൈവികമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു തെളിവ് പോലും, ഒരു വാക്ക് പോലും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോലും അർഹതയുള്ള ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന് ഈ വചനങ്ങളിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാകും. ഇനി പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ വാക്കുകളാകാൻ ഒരിക്കലും സാധ്യതയില്ല. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാകാൻ ഒരു സാധ്യതയുമില്ല. ഇത് തെളിയിക്കുന്ന 5ഓളം യുക്തികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതുകൊണ്ട് പ്രവാചകൻ ദാരിദ്ര്യത്തിലായിരുന്നില്ല, പ്രയാസത്തിലായിരുന്നില്ല, സുഭിക്ഷതയിലായിരുന്നു. ജീവിതത്തിൽ അന്ന് വരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയെ വിവാഹം കഴിച്ചതിന് ശേഷം സന്തോഷത്തോടെ സുഭിക്ഷതയോടെ ജീവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. ഈ സുഭിക്ഷതയും സന്തോഷവും ഈ പറയുന്ന ഐശ്വര്യവുമെല്ലാം അവസാനിക്കുന്നത് എവിടെയാണ് എന്ന് ചരിത്രം പഠിക്കുന്ന നമുക്ക് വ്യക്തമായി മനസ്സിലാകും. പ്രവാചകന്റെ 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ ഈ നുബുവത്ത് കിട്ടി, പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനം തുടങ്ങിയ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പാദ്യത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സുഭിക്ഷതയുടെ ഗ്രാഫ് കുത്തനെ താഴുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ചില പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചില ആളുകൾക്ക്. ആ കൂട്ടത്തിൽ അവർ പറയാണ്, മാസങ്ങളോളം ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയാതിരുന്നിട്ടുണ്ട്. അന്ന് മദീനയിൽ നിന്ന് കിട്ടുന്ന ചില ഈത്തപ്പഴങ്ങൾ മാത്രം കഴിച്ചിട്ടാണ് ഞങ്ങൾ വിഷപ്പടക്കിയിരുന്നത്. മദീന നിവാസികൾ കൊണ്ടുവന്നു തരുന്ന കുറച്ചാട്ടുംപാല് കുടിച്ചിട്ടാണ് ഞങ്ങൾ വിഷപ്പടക്കിയിരുന്നത്. അടുപ്പ് പുകയാതെ മാസങ്ങൾ കഴിഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ. പ്രിയപ്പെട്ടവർ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ ഇരുട്ടിൽ രാത്രിയിൽ ഇങ്ങനെ തപ്പിത്തടയുക. അവരിങ്ങനെ പഴയ കഥ ഇങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇരുട്ടിൽ രാത്രിയിൽ ഇങ്ങനെ തപ്പിത്തടയുകയായിരുന്നു. അപ്പൊ കേട്ടൊരാൾ ചോദിച്ചു, എന്തിനാ ഇരുട്ടിൽ ഇങ്ങനെ തപ്പിത്തടയുന്നത്? ഒരു വിളക്ക് കത്തിച്ചാ പോരെ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്നതാണ്. അവർ പറഞ്ഞെന്താ അറിയോ? വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടെങ്കിൽ ഞങ്ങൾ അത് വിഷപ്പടക്കാൻ കുടിക്കുമായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പ്രതികരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പ്രവാചകന്റെ മുറിയിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നുപോയപ്പോ അവിടെ കണ്ടത് 3 ഊറക്കിട്ട 3 തോൽക്കഷണങ്ങളും കുറച്ച് ബാർലിയും മാത്രമാണ്. ഇത് കണ്ട് ഉമർ കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂലെ, കിസ്റായും കൈസറും സീസറുമെല്ലാം ലോകത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ വിലയിക്കുമ്പോ അന്ന് അള്ള തെരഞ്ഞെടുത്ത അങ്ങ്, ലോകത്തിന്റെ വിമോചനത്തിന് വേണ്ടി ദുനിയാവിലേക്ക് പറഞ്ഞയക്കപ്പെട്ട അങ്ങ് ഇത്ര പ്രയാസത്തിലും ദുരിതത്തിലുമാണല്ലോ ജീവിക്കുന്നത് നബിയെ എന്ന് പറഞ്ഞു ഉമർ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ ഉമറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയ സംഭവം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വായിച്ചതും കേട്ടതും അറിഞ്ഞതുമാണ്. ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയവിയായ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല,
ഒരു തരത്തിലുള്ള സുഭിക്ഷതയും ഈ ഖുർആനിന്റെ പ്രബോധനം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പച്ചപ്പരമാർത്ഥമാണ്. ഒന്നാമത്തെ യുക്തി അതാണ്. രണ്ടാമത്തെ യുക്തി എന്താണ് പ്രിയപ്പെട്ടവരെ? 40 വയസ്സുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന് പേരിട്ടിട്ടാണ് മക്ക നിവാസികൾ വിളിച്ചത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രവാചകൻ അൽ അമീൻ എന്ന് വിളിച്ചത് യാദൃച്ഛികമായിട്ടാണ്? അല്ല, പ്രവാചകന്റെ ആ ക്വാളിറ്റി ആയിരുന്നു, പേഴ്സണാലിറ്റി ആയിരുന്നു അതിന് കാരണം. മാത്രവുമല്ല, അള്ളാഹുവിന്റെ ഒരു നിയോഗവും അതിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. കാരണം ബൈബിൾ പരിശോധിച്ചാൽ ബൈബിളിന്റെ പല വചനങ്ങളിലും സത്യാത്മാവ് എന്ന് വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. ശരിക്കും അത്ഭുതപ്പെടും, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സത്യാത്മാവ് എന്ന് പല ബൈബിളിൽ ആവർത്തിച്ചതായി നമുക്ക് കാണാം. സത്യാത്മാവ് എന്ന അർത്ഥം വരുന്ന അറബി പദമാണ് അൽ അമീൻ, സത്യസന്ധൻ, സത്യാത്മാവ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു വിളിപ്പിച്ചതാണ്. അതിനാവശ്യമായ ക്വാളിറ്റികൾ, അതിനാവശ്യമായ ഗുണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന് നൽകിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതിന് പ്രിയപ്പെട്ടവരെ. 40 വയസ്സുവരെ ഒരാളോടും കളവ് പറഞ്ഞിട്ടില്ലാത്ത, ഒരാളെയും വഞ്ചിച്ചിട്ടില്ലാത്ത, ഒരാളെയും ചതിച്ചിട്ടില്ലാത്ത, മക്കയിലെ ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം സത്യസന്ധനായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വയസ്സിൽ ഒരു സുപ്രഭാതത്തിൽ ലോകത്തിന്റെ രക്ഷിതാവിന്റെ മേലെ ഒരു കളവ് പറയുക എന്നത് മനുഷ്യയുക്തിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പ്രവാചകന്റെ സത്യസന്ധതയെ ആ നാട് മുഴുവൻ അംഗീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ വാക്ക് സ്വീകരിച്ച് സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് ഹാഷിം കുടുംബത്തിനെ വിളിച്ചുകൂട്ടി അള്ളാന്റെ റസൂല് ചോദിച്ചു, ഈ മലക്കപ്പുറത്ത് നിന്നൊരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ അവിശ്വസിക്കുമോ? അവിശ്വസിക്കുന്ന ഒരാൾ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അബൂ അലഹബാകട്ടെ, അബൂ ജഹലാകട്ടെ, വലീദാകട്ടെ, ഉമയ്യയാകട്ടെ, റുതുബയാകട്ടെ, ഇസ്ലാമിന്റെ ബദ്ധവൈരികളും ബദ്ധശത്രുക്കളുമാകട്ടെ, അള്ളാന്റെ റസൂലിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ അവരാരും തന്നെ തയ്യാറായിരുന്നില്ല. കാരണം സത്യസന്ധനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാര്യത്തിൽ അവർക്കാർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് ശത്രുത കാരണം, അഹങ്കാരം കാരണം അന്ധത ബാധിച്ചു എന്നതാണ് പിന്നീടുള്ള ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ യുക്തി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് ഖുർആൻ എന്ന് വിചാരിക്കാം. പ്രവാചകൻ സ്വന്തം രചിച്ചതാണ് ഖുർആൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെന്റെ രചനയാണ്, ഇതെന്റെ സാഹിത്യമാണ് എന്ന് മക്കയിൽ പറഞ്ഞിരുന്നെങ്കിൽ ബഹിഷ്കരണങ്ങൾക്ക് പകരം പൂമാലകളും പൂച്ചെണ്ടുകളും ഹർഷാരവങ്ങളും ആശീർവാദനങ്ങളും അഭിനന്ദന പ്രവാഹങ്ങളും ഉണ്ടാകുമായിരുന്നു. ഒരു സംശയവുമില്ല. ആ കാലഘട്ടത്തിൽ മക്കയിലുള്ള കവികൾക്കും സാഹിത്യകാരന്മാർക്കും നിസ്തുലമായ ബഹുമാനം നൽകിയിരുന്ന ഒരു കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ ഖുർആൻ പോലെയുള്ള അതുല്യമായ, അനുപമമായ, അനനുകരണീയമായ ഒരു സാഹിത്യ രചന നടത്തുക എന്നത് എന്തുകൊണ്ട് ബഹുമാനവും ആദരവും നേടിയെടുക്കാൻ പ്രാപ്തമായ ഒരു കാര്യം തന്നെയാണ്. അള്ളാന്റെ റസൂലിന് പറഞ്ഞാൽ മതിയായിരുന്നു, അതായിരുന്നെങ്കിൽ ഇതെന്റെ സാഹിത്യമാണ്, ആളുകൾ അത് അംഗീകരിക്കും എന്ന് മാത്രമല്ല ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ വാക്കുകളല്ലല്ലോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ഒരു നിവൃത്തിയുമില്ലല്ലോ. മൂന്നാമത്തെ യുക്തി അതാണ്. നാലാമത്തെ യുക്തി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ ജീവിതത്തിലെ ചില പ്രവർത്തനങ്ങളെ അല്ലാഹു തിരുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിലൊരു വചനം നമുക്ക് കാണാം. അല്ലാഹു പറയാണ്, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യذكر ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ. ഈ ആയത്തുകൾ അവതീർണമാകാനുള്ള പശ്ചാത്തലം എന്താണ്? ഒരിക്കലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിൽപ്പെട്ട പ്രമാണിമാരായ പണക്കാരായ നേതാക്കളായ ചില ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ആ സമയത്താണ് അന്ധനായ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. കണ്ണു കാണാത്തത് കാരണം അവിടെ ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയാൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. അദ്ദേഹം പ്രവാചകനോട് പറയുകയാണ്, നബിയെ, എനിക്ക് ഏതാനും ഉപദേശങ്ങൾ നൽകിയാലും, നബിയെ, എനിക്ക് ഏതാനും അറിവുകൾ ഇൽമുകൾ പറഞ്ഞു തന്നാലുമെന്ന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് പ്രവാചകന് നീരസം ഉണ്ടാവുകയാണ്. പ്രവാചകന്റെ മനസ്സിൽ അദ്ദേഹത്തോട് വല്ലാത്തൊരു മടിയുണ്ടാവുകയാണ്, പ്രയാസമുണ്ടാവുകയാണ്. എന്താണ് കാരണം? വലിയ വ്യക്തികളുമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറയുന്ന കേൾക്കുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചാലോ, ഇത്തരത്തിൽ ഇടയിലേക്ക് കയറുന്നതോട് സംസാരിച്ചാൽ, ഈ സംഭാഷണം മുറിഞ്ഞുപോയാൽ അതവർക്ക് ഹൃദയത്ത് കിട്ടുന്നതിനൊരു തടസ്സമാകുമെന്ന് വിചാരിച്ചു അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ചെറിയ വേദന ഉണ്ടാവുകയാണ്, ചെറിയൊരു പ്രയാസം ഉണ്ടാവുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. അബസവതവല്ല, അദ്ദേഹം മുഖം കുനിച്ചു കളഞ്ഞു, അദ്ദേഹം പിന്തിരിയുകയും ചെയ്തു. അൻജാഅഹുൽ അഅ്മാ, ആ അന്ധൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ അദ്ദേഹം മുഖം കുനിച്ചു, അദ്ദേഹം പിന്തിരിയുകയും ചെയ്തു. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ. അള്ളാഹുവിന്റെ വാക്കുകൾ, അള്ളാന്റെ റസൂലിന്റെ ആ ചെയ്തി അള്ളാഹു വിശദീകരിക്കുകയാണ്, വിമർശിക്കുകയാണ്. അദ്ദേഹം നേർമാർഗം പ്രാപിക്കുകയില്ല എന്ന് അങ്ങയ്ക്ക് എങ്ങനെയാണ് അറിയാൻ സാധിച്ചത്? അങ്ങിങ്ങനെയാണ് മനസ്സിലാക്കിയത്. അങ്ങാണെങ്കിൽ ധന്യത നടിക്കുന്ന, അഹങ്കാരം നടിക്കുന്ന, വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്ത, താൻ പോലും നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് അങ്ങിങ്ങനെ സംസാരിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുകയാണ്. എന്നാൽ ഇതാ അറിയുന്നേറിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വന്ന മനുഷ്യനെ അങ്ങ് തള്ളിക്കളയുകയും ചെയ്തു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കുന്ന വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ യുക്തി ഏതാണ്? അഞ്ചാമത്തെ യുക്തി എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ താക്കീതുകൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നൽകുന്നതായി നമുക്ക് കാണാം. സൂറത്തു സുമറിന്റെ വചനങ്ങളിലൂടെ അല്ലാഹ് പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, അങ്ങയ്ക്ക് മുൻപ് വന്ന പ്രവാചകന്മാർക്കും ഞാൻ ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ബോധനം നൽകിയത്? ലഇന്ന ശറക്ത ലയഹ്ബതന്ന അമലുക, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം പാഴായി പോകുന്നതാണ്, നിങ്ങളുടെ അമലുകളെല്ലാം പാഴായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണെന്ന് അങ്ങയ്ക്കും അങ്ങയുടെ മുൻഗാമികളായ പ്രവാചകന്മാർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനുള്ള മുന്നറിയിപ്പാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കൂടുതൽ ശക്തമായ ഭാഷയിൽ അള്ളാഹുവിന്റെ റസൂലിനുള്ള മുന്നറിയിപ്പ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹ് പറയുകയാണ്, വലൗ തഖവ്വല അലൈനാ ബഅദൽ ഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. ആ പരിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങളെങ്ങാനും സ്വന്തം നിലക്കെങ്ങാനും അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ വാക്ക് ശ്രദ്ധിക്കണേ, സ്വന്തം നിലക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു വചനം വിടാൻ അള്ളാഹുവിന്റെ റസൂൽ തയ്യാറായാൽ അള്ളാഹ് പറയുകയാണ്, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, വലത് കൈ കൊണ്ട് നാം അദ്ദേഹത്തെ പിടിക്കുമായിരുന്നു. ثم لقطعنا منه الوتين, എന്നിട്ട് ജീവനാടിയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ജീവഹാനി നടത്തിക്കളയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഞരമ്പ് ഞാൻ മുറിച്ചു കളയുമായിരുന്നു. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞതാണ്, അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞതാണ്. എന്നിട്ടുള്ള പറയുന്നു, ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു തീരുമാനം അല്ലാഹു എടുത്തു കഴിഞ്ഞാൽ അതിനെ തടയാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ല, അദ്ദേഹത്തെ രക്ഷിക്കാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. വഇന്നഹു ലതദ്കിറത്തുൽ ലിൽമുത്തഖീൻ വഇന്നാ ലനഅലമു അന്ന മിൻകും മുകദ്ദിബീൻ വഇന്നഹു ലഹസ്റത്തുൻ അലൽ കാഫിരീൻ. തുടർന്ന് പരിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹ് ഇങ്ങനെ വിശദീകരിക്കുകയാണ്, അല്ലാഹു ഇങ്ങനെ വിവരിക്കുകയാണ്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു ഓർമ്മയാകുന്നു ആ പരിശുദ്ധ ഖുർആൻ.
സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സ്മരണയാകുന്നു ആ പരിശുദ്ധ ഖുർആൻ. തീർച്ചയായും അക്രമികളായ ആളുകൾക്ക് ആ പരിശുദ്ധ ഖുർആൻ തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണ്. നിങ്ങളിൽ എല്ലാ തെളിവുകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനിന്റെ അത്യത്ഭുതങ്ങളെ നിഷേധിക്കുന്ന വിഡ്ഢികളുണ്ട് എന്ന് നാം ഇതാ തിരിച്ചറിയുകയാണ്. പരിശുദ്ധ ഖുർആൻ നിഷേധികളായ ആളുകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കുക. അള്ളാന്റെ റസൂലിനുള്ള മുന്നറിയിപ്പാണ്. ഒരു ഖുർആൻ എഴുതിയുണ്ടാക്കിയിട്ട് വലിയ ബിംബമായി സമൂഹത്തിൽ മാറാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറപ്പാടെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തമായ താക്കീതുകൾ അദ്ദേഹം ഖുർആനിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമെന്താണ്? ഇതാണ് പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ വാക്കാവാൻ ഒരിക്കലും സാധ്യതയില്ല പരിശുദ്ധ ഖുർആൻ എന്നതിന്റെ വ്യക്തമായ യുക്തി കൊണ്ടുള്ള തെളിവ്. പിന്നെ ഖുർആനിലേക്ക് നാം ഊളിയിട്ടിറങ്ങിയാൽ, അറബി ഭാഷ ശരിയായ രീതിയിൽ നാം പഠിക്കാൻ തുടങ്ങിയാൽ ആ ഖുർആനിന്റെ നിസ്തുലമായ സാഹിത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, മക്കയിൽ സാഹിത്യകാരന്മാർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ അനർഘമായ ഒരു സാഹിത്യമാവുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തൊരു തീരുമാനവുമായിരുന്നു. ഖുർആൻ മുഅ്ജിസത്താണ്. എല്ലാ മുഅ്ജിസത്തുകളും അങ്ങനെയാണ്. ഓരോ സമുദായത്തിലേക്ക് കടന്നു വരുന്ന മുഅ്ജിസത്തുകൾ ആ സമുദായത്തിന് ഏറ്റവും നല്ലവണ്ണം മനസ്സിലാവുന്ന, ആ സമുദായത്തിന് ഏറ്റവും കൃത്യമായി തിരിച്ചറിയുന്ന മുഅ്ജിസത്തുകളാണ് ആ സമുദായത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് അതിനുള്ള തെളിവാണ്. ലോകത്ത് ഏറ്റവും വലിയ ജാറങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക്? ലോകത്തെ ഏറ്റവും വലിയ ജാറങ്ങൾ ഏതാണ്? ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകളാണ്. എന്താണ് യഥാർത്ഥത്തിൽ പിരമിഡുകൾ? ഫറോവ ചക്രവർത്തിമാരുടെ ജാറങ്ങളാണ് യഥാർത്ഥത്തിൽ, അവരുടെ ശവക്കല്ലറകളാണ്. ഈ ഫറോവ ചക്രവർത്തിമാർ, ഫിറഔൻ മാത്രമല്ല അന റബ്ബുക്കുമുൽ അഅല എന്ന് വാദിച്ചത്. ഫറോവ ചക്രവർത്തിമാരിൽ മഹാഭൂരിപക്ഷവും ഞങ്ങൾ ദൈവപുത്രന്മാരാണ്, സൂര്യദേവന്റെ പുത്രന്മാരാണ് ഞങ്ങൾ എന്ന് വാദിച്ചവരായിരുന്നു. ആ വാദത്തിന് തെളിവ് നൽകുന്നതിന് വേണ്ടി അവർ നാടിന്റെ പല മൂലകളിലും, നാടിന്റെ പല പ്രദേശങ്ങളിലും സാഹിതികളെ നിർത്തിയിരുന്നു, മാരണക്കാരെ നിർത്തിയിരുന്നു. ഈ മാരണക്കാർ കാണിക്കുന്ന അത്ഭുതങ്ങൾ രാജാവിന്റെ അത്ഭുത സിദ്ധി കൊണ്ടാണ് എന്ന് സാധാരണക്കാരായ ആളുകളെ അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് അവർ അധികാരത്തിന്റെ നല്ലൊരു പങ്കും പിടിച്ചു നിർത്തിയത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ കഴിവ് ഈ ഫറോവ ചക്രവർത്തിമാരുടെ മാരണക്കാർ നാടിന്റെ 4 മൂലകളിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകളോട് സാമ്യമുള്ളതായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത്. ഈ മുഅ്ജിസത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കാണിക്കുമ്പോ ഫിറഔനിന്റെ അദ്ദേഹത്തിന്റെ അയാളുടെ പ്രമാണിമാര് പറയുന്ന ഒരു വർത്താനമുണ്ട്. എന്താണ്? ഖാലൽ മലഉ മിൻ ഖൗമി ഫിറഔൻ ഇന്ന ഹാദാ ലസാഹിറുൻ അലീം യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ഫമാദാ തഅ്മുറൂൻ ഖാലൂ അർജിഹു വഅഖാ വഅർസിൽ ഫിൽ മദാഇൻ ഹാശിരീൻ യഅതൂക ബികുല്ലി സാഹിറിൻ അലീം. ഫിറഔനിന്റെ ആ പ്രമാണിമാര് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവൻ പഠിച്ച മാരണക്കാരനാണ്, നല്ല വിവരമുള്ള മാരണക്കാരനാണ്. ഇവന്റെ ഉദ്ദേശം എന്താണ്? യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ഫമാദാ തഅ്മുറൂൻ. ഈ ഭൂമിയിൽ നിങ്ങൾ അധികാര ഭ്രഷ്ടനാക്കുക എന്നതാണ്, നിങ്ങളുടെ അധികാരം പിടിച്ചടക്കുക എന്നതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഫിറഔൻ അധികാരം നിലനിർത്തിയത് മാരണത്തിലൂടെ, ചെപ്പടി വിദ്യയിലൂടെ, മായാജാലത്തിലൂടെയാണ്. അത്തരത്തിലുള്ള അത്ഭുത പരിവേഷം അയാൾക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ്. അതിനേക്കാൾ വലിയ മാരണവിദ്യയുമായിട്ടാണ് മൂസ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അധികാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നാടിന്റെ 4 മൂലകളിലുള്ള അങ്ങയുടെ മാരണക്കാര സാഹചര്യങ്ങളെ മുഴുവൻ വിളിച്ചു ചേർക്കുക, എന്നിട്ട് അവർ തമ്മിൽ മത്സരം നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ നമ്മോട്ടുള്ള ചരിത്രം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ആ മാരണക്കാര് വന്നിട്ട് അവരുടെ മായാജാല വിദ്യകൾ കാണിക്കുകയാണ്, കൺകെട്ട് വിദ്യകൾ കാണിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ വടി താഴേക്കിടുകയാണ്. ആ നിമിഷം പൊതുജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, ഫിറഔൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, ഫിറഔനിന്റെ പ്രമാണിമാര് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, ആ സാഹിര്യങ്ങൾ, മാരണം എന്താണെന്നറിയുന്ന ആ ചെപ്പടി വിദ്യക്കാർ, മായാജാലക്കാർ, അവരെല്ലാം മനസ്സിലാക്കുകയാണ്. ഈ കാണിക്കുന്നത് നമ്മൾ കാണിക്കുന്നത് പോലെയുള്ള ചെപ്പടി വിദ്യയല്ല, നമ്മൾ കാണിക്കുന്നത് പോലെയുള്ള മായാജാലമല്ല.
ഇത് യാഥാർത്ഥ്യമാണ്, ഇത് അത്ഭുതമാണെന്ന് അവർ തിരിച്ചറിയുകയും മൂസാ നബിയെ തോൽപ്പിക്കാൻ വന്ന അതേ മാരണക്കാരത സുജൂദിലേക്ക് വീഴുകയാണ്. ആരുടെ മുന്നിൽ? ഫിർഔനിന്റെ മുന്നിലല്ല. അവർ പറയുന്നു ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്. റബ്ബി മൂസാ വഹാറൂൻ, മൂസയും ഹാറൂനും പരിചയപ്പെടുന്ന രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണെന്ന് അതാ ഫിർഔനിന്റെ മുന്നിൽ വെച്ച് തന്നെ സാഹചര്യങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന മോചനം എന്താണോ, ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന അത്ഭുതം എന്താണോ, ആ അത്ഭുതമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുഅ്ജിസത്തായി അല്ലാഹു നൽകിയത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കുക, അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത് നോക്കുക. ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യമായിരുന്നു ലോകത്തിൽ വൈദ്യശാസ്ത്ര രംഗത്ത് അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്നത് റോമാ സാമ്രാജ്യമായിരുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വൈദ്യശാസ്ത്ര പഠനങ്ങൾക്ക് വേണ്ടി ആളുകൾ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് റോമിലേക്കായിരുന്നു. ആ റോമിലേക്കാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പൂജാതനാകുന്നത്, അദ്ദേഹത്തിന്റെ നിയോഗമുണ്ടാകുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറയുകയാണ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്. ആ കാലഘട്ടം വരെ വൈദ്യശാസ്ത്രത്തിന് സാധിക്കാത്ത അന്ധരെ കാഴ്ച തിരിച്ചു നൽകുന്നത് പോലെയുള്ള, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുന്നത് പോലെയുള്ള, കുഷ്ഠരോഗം സുഖപ്പെടുത്തുന്നത് പോലെയുള്ള, മരിച്ചുപോയ മനുഷ്യരെ പുനർജീവിപ്പിക്കുന്നത് പോലെയുള്ള മഹാത്ഭുതങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങളുടെ വൈദ്യശാസ്ത്രങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഞാൻ കാണിച്ചു തരാമെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? പ്രബോധിത ജനങ്ങൾക്ക് ഏറ്റവും കൃത്യമായി മനസ്സിലാകുന്ന, അവരുടെ ഹൃദയത്തിലേക്ക് തറക്കുന്ന അത്ഭുതമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയത്. അതുപോലെ തന്നെ മക്കയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുമ്പോ കഅബാലയത്തിന്റെ കില്ലകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇംറുൽ ഖൈസിന്റെ കവിതകൾ, അതുപോലെ തന്നെ വലിയ വലിയ കവികുതികളുടെ, അതുപോലെ വലിയ സാഹിത്യകാരന്മാരുടെ കവിതാ സമ്രാട്ടുകൾ, അതങ്ങനെ കഅബയുടെ ചുറ്റിലും അങ്ങനെ കാണാം. ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടിരിക്കുന്നത്, ആദരിക്കപ്പെട്ടിരിക്കുന്നത് സാഹിത്യകാരന്മാരാണ്, കവികളാണ്. അള്ളാന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാണ് പ്രിയപ്പെട്ടവരെ. ആ ഖുർആൻ നിസ്തുലമായ സാഹിത്യമാണ്. അബൂജഹലും വലീദും മുഗൈറയും തമ്മിൽ നടന്ന ഒരു സംഭാഷണമുണ്ട്. മക്കയിലെ ഏറ്റവും വിദഗ്ധനായ, ഏറ്റവും അഗ്രഗണ്യനായ കവിയായിരുന്നു, സാഹിത്യകാരനായിരുന്നു വലീദ് ഇബ്നു മുഗൈറയുടെ അടുത്തേക്ക് അബൂജഹൽ പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, മുഹമ്മദിന്റെ വചനങ്ങൾ ഇതാ ആളുകളെ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിരിക്കുന്നു, ആളുകളിതാ മാറാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങതിന് ബദലായി ചില കവിതകൾ കൊണ്ടുവരണം, അതിന് മറുപടികൾ അങ്ങ് പറയണമെന്ന് പറഞ്ഞപ്പോ വലീദ് ഇബ്നു മുഗൈറ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്? മുഹമ്മദ് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകളെ ഞാൻ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? ഗദ്യത്തിൽ ഞാൻ അഗ്രഗണ്യനാണ്, പദ്യത്തിൽ ഞാൻ അഗ്രഗണ്യനാണ്, ജിന്നുകളുടെ കവിതകളിലും ഞാൻ അഗ്രഗണ്യനാണ്, അറബി സാഹിത്യത്തിലും മറ്റു ശകലങ്ങളിലെല്ലാം എനിക്ക് നല്ല വിവരമുണ്ട്. ഈ മക്കയിൽ ആരെക്കാളുമുള്ള വിവരം എനിക്കുണ്ടെന്നാൽ എന്റെ സാഹിത്യ കഴിവ് മുഴുവൻ ഉപയോഗിച്ചാലും, എന്റെ അറിവ് മുഴുവൻ ഉപയോഗിച്ചാലും, എന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചാലും മുഹമ്മദ് പറയുന്ന വാക്കുകളെ പ്രതിരോധിക്കാൻ സാധ്യമല്ല. മുഹമ്മദിന്റെ നാവിലൂടെ മക്കക്കാർ കേട്ടുകൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ വചനങ്ങളെ പ്രതിരോധിക്കാൻ അതൊന്നും തന്നെ പ്രാപ്തമല്ല, അതൊന്നും തന്നെ പര്യാപ്തമാവുകയില്ല. അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു സാഹിത്യവുമില്ല. നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണത്? അത് മാരണമാണെന്ന് പറയുക, അത് പൈശാചികമായ വചനങ്ങളാണെന്ന് പറയുക, അത് കേൾക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുക, ജനങ്ങളത് കേൾക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സാഹിത്യവും ഒരു കവിതയും നമ്മുടെ കയ്യിലില്ല കേട്ടോ എന്ന് വലീദ് ഇബ്നു മുഗൈറ അബൂജഹലിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യത്തിന്റെ നിസ്തുലത അതിന്റെ ബദ്ധശത്രുക്കൾ പോലും അംഗീകരിച്ചിരുന്നു എന്ന് ചരിത്രത്തിന്റെ താളുകൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഖുർആനിന്റെ ശത്രുക്കളായ പല ആളുകളും ഒളിഞ്ഞും പാത്തും പതുങ്ങിയും
മുസ്ലിങ്ങളുടെ വീടുകൾ കയ്യിൽ ഇരുന്നതായി, വീടുകൾക്ക് പുറത്ത് പതിഞ്ഞിരുന്നതായി കാണാൻ കഴിയും. പൊതുജനങ്ങളോട് അത് കേൾക്കരുതെന്ന് പറയുമ്പോ അതേ സമയം തന്നെ ഖുർആനിന്റെ വശ്യസുന്ദരമായ, ആ ഖുർആനിന്റെ മാസ്മരികമായ ഹൃദയത്തെ തുളച്ചു കയറുന്ന വചനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഒളിച്ചു നിന്ന വക്തശത്രുക്കളുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ചരിത്രം. പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യം നിസ്തുലമാണ് പ്രിയപ്പെട്ടവരെ. അത് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ചരിത്രകാരന്മാർ ജീസൈലിനെ പോലെയുള്ള ഓറിയന്റലിസ്റ്റുകളായ ചരിത്രകാരന്മാർ വരെ പരിശുദ്ധ ഖുർആനിന്റെ ഈ സാഹിത്യ ഭംഗിയെ കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാൻ, the style of the Quran is beautiful. It is adorned with bold figures after the Eastern taste, and liven with florid and sensations, expressions, and in many places where the majesty and attributes of God are described. അദ്ദേഹം പറയാൻ, പരിശുദ്ധ ഖുർആൻ അതിന്റെ സാഹിത്യം നിസ്തുലമാണ്. അള്ളാഹുവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് വിവരിക്കുമ്പോ അതിന്റെ ഭാവപ്രകടനങ്ങൾ, അതിന്റെ വാക്കുകൾ വിവരണാതീതമാണ് എന്നെല്ലാം പറയുന്നത് ഓറിയന്റലിസ്റ്റായ ഒരു ചരിത്രകാരനാണ്. അവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് ഓറിയന്റലിസ്റ്റുകൾ പരിശുദ്ധ ഖുർആനെ പച്ചക്ക് വിമർശിക്കുന്ന അതേ സമയം തന്നെ ഖുർആനിന്റെ നിസ്തുലമായ സാഹിത്യത്തിന്റെ മുന്നിൽ അവർക്ക് തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്, അത് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഖുർആനിന്റെ സാഹിത്യം എന്ന് പറയുന്നത് അത് അജയ്യമാണ് എന്നവർക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണത്? ഖുർആൻ ദൈവികമാണ് എന്നതാണ്. ഒരു കാര്യം ദൈവികമാണെങ്കിൽ അത് അജയ്യമായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. മൂസാ നബിയുടെ വടി താഴേക്കിട്ടപ്പോ അവർ കാണിച്ചിരുന്ന മായാജാല വിദ്യകൾ മുഴുവൻ ആ വടി വിഴുങ്ങിക്കളയുന്നതാണ്, ആ പാമ്പ് വിഴുങ്ങിക്കളയുന്നതാണ് നമ്മൾ കണ്ടത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ആ പറയുന്ന മാരണങ്ങളെ അതിജയിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഇതുപോലെ അതിജയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. 14 നൂറ്റാണ്ടുകാലം പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി അതിജീവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എത്ര വെല്ലുവിളികളാണ്! 1ഉം 2ഉം ഒട്ടൊന്നല്ല പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ടുള്ളത്. ഒട്ടനവധി തവണ ആ വെല്ലുവിളി ഒരു വട്ടം വെല്ലുവിളിച്ചിട്ട് നിർത്താനുള്ളതല്ല, ആ വെല്ലുവിളിയെ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആദ്യം വെല്ലുവിളിക്കും, നിങ്ങൾക്ക് അത് കഴിയൂലേ, എന്നാ അത് വേണ്ട, ഇത്ര മതി. അതും കഴിയൂലേ, എന്നാ അതും വേണ്ട, ഇത്ര മതി എന്ന് പറഞ്ഞ് അതിന്റെ ശത്രുക്കളെ, അതിന്റെ ബദ്ധവൈരികളെ ഇളിഭരാക്കി കളയുന്ന, നാളം കെടുത്തി കളയുന്ന, ലജ്ജാവഹരാക്കി കളയുന്ന നിലപാടാണ് പരിശുദ്ധ ഖുർആൻ രംഗത്തെടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സൂറത്തുൽ ഇസ്രാഈലിന്റെ 88ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, പരിശുദ്ധ ഖുർആന്റെ 1ാം ഘട്ട വെല്ലുവിളിയാണത്. അല്ലാഹു പറയുന്നു, ألا أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. قل നബിയെ പറയുക, നബിയെ പ്രഖ്യാപിക്കുക, സധൈര്യം പ്രഖ്യാപിക്കുക, لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن. ജിന്നുകളും ഇൻസുകളും മുഴുവൻ ഒരുമിച്ച് കൂടിയാലും എന്തിനു വേണ്ടി? അലാ അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിന് സമാനമായ, ഈ ഖുർആനിനെ കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരുന്നതിന് വേണ്ടി ജിന്നുകളും ഇൻസുകളും മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്, ലാ യഅ്തൂന ബിമിസ്ലി, അതുപോലെയൊന്നും കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധ്യമല്ല, അവരെ കൊണ്ട് കഴിയില്ല. പ്രഖ്യാപനമാണ്, വെല്ലുവിളിയാണ്. ആരോടാണ് വെല്ലുവിളിക്കുന്നത്? വധുക്കളോടല്ല, പാമര ജനങ്ങളോടല്ല, ഗ്രാമീണ ജനവിഭാഗത്തോടല്ല, കവിതകൾ കൊണ്ട് അമ്മാനമാണെന്ന മക്കയിലെ സാഹിത്യകാരന്മാരോടാണ്. അവരോടാണ് ഈ വെല്ലുവിളി നടത്തുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജിന്നുകളെയും ഇൻസുകളെയും മുഴുവൻ ഒരുമിച്ച് കൂട്ടിക്കൊള്ളുക, എന്നിട്ട് ഈ പരിശുദ്ധ ഖുർആന് സമാനമായ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കുക. അതുപോലൊന്നും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കുക. അവിടുന്ന് അങ്ങോട്ട് ഖുർആൻ ഇതിന്റെ വെല്ലുവിളി ചെറുതാക്കുകയാണ്. സൂറത്തുൽ ഹൂദിന്റെ 13ാമത്തെ വചനം, അം യഖൂലൂന ഇഫ്തറാ, അല്ലയോ ഖുർആനിന്റെ ശത്രുക്കളെ, അല്ലാഹുവിന്റെ അഭിസംബോധനയാണ്. അല്ലയോ ഖുർആനിന്റെ ശത്രുക്കളെ, നിങ്ങൾ പറയുകയാണ് ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചതാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പ്രവാചകന്റെ വായുവാക്കാണെന്ന് നിങ്ങൾ പറയുകയാണോ? എങ്കിൽ ഖുൽ ഫഅ്തു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്, എങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങളും ഇതുപോലൊന്ന് കെട്ടിച്ചമക്കുക. ഈ ഖുർആനിന് സമാനമായ ഒരു 10 അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. രണ്ടാമത്തെ വെല്ലുവിളിയാണ്, ഖുർആൻ മുഴുവൻ നിങ്ങൾ കൊണ്ടുവരണ്ട, ഖുർആനിന് സമാനമായ മുഴുവൻ സംഗതിയും നിങ്ങൾ കൊണ്ടുവരണ്ട, അതിലുള്ള 10 സൂറത്തുകൾക്ക് സമാനമായ 10 സൂറത്തുകളെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവിടെയും പരാജയപ്പെടുകയാണ്. വടീദ് പരാജയപ്പെടുന്നു, മക്കാ മുശ്രിക്കുകൾ പരാജയപ്പെടുന്നു. ഇംറുൽ ഖൈസിന്റെ കവിതകൾ മുഴുവൻ പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗിക്ക് മുന്നിൽ അപ്രസക്തമാവുകയാണ്, അശോഭ്യമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനമായി അല്ലാഹുവിന്റെ വെല്ലുവിളി എന്താണെന്നറിയോ? സൂറത്തുൽ ബഖറയുടെ 23ാമത്തെ വചനത്തിലൂടെ ആ വെല്ലുവിളി നടത്തിയിട്ടുള്ള വെല്ലുവിളി നിർത്തുകയാണ്, ആ വെല്ലുവിളി സീൽ ചെയ്യുകയാണ്. എന്താണത്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ പരിശുദ്ധ ഖുർആനിന്റെ അപ്രമാദിത്വത്തിൽ, ഈ പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യത്വത്തിൽ, ഈ പരിശുദ്ധ ഖുർആനിന്റെ ദൈവികതയിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, അതിനെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. അതുപോലുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക, അതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അല്ലാഹുവിന് പുറമെയുള്ള നിങ്ങളെ സാക്ഷികളെ മുഴുവൻ നിങ്ങൾ വിളിച്ചുകൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്നത് 5 സെക്കൻഡ് കൊണ്ട് ഒരാൾ ഓതി തീർക്കാൻ കഴിയുന്നതാണ്. ഒറ്റ വരിയുള്ളതാണ്, 3 ആയത്തുകൾ മാത്രമുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ അവതരിപ്പിച്ചു കൊടുത്ത ചെറിയൊരു അധ്യായമാണിത്. ഈ അധ്യായത്തിന് സമാനമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവന്നിട്ട് ഖുർആനിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഖുർആനിന്റെ ഭക്തവൈരികളെ, ഖുർആനിന്റെ ശത്രുക്കളെ, നിങ്ങളതിനെ ഉൾക്കൊള്ളുക, നിങ്ങളതിനെ പരിശ്രമിച്ചു കൊള്ളുക. എന്നിട്ട് അതിന്റെ ഔട്ട്കം എന്താണെന്ന്, ആ പരിശ്രമത്തിന്റെ ഫലം എന്താണെന്ന് പടച്ചറബ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നേയുള്ള വെല്ലുവിളികളാകട്ടെ, ഈ വെല്ലുവിളികളാകട്ടെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയുക, അന്ത്യനാൾ വരെ നിങ്ങൾക്കത് ചെയ്യാനും സാധ്യമല്ല. ഖുർആനിനെ അതിജയിക്കുന്ന, ഖുർആനിന്റെ വെല്ലുവിളിയെ തകർത്ത് കളയുന്ന ഒരു വചനം കൊണ്ടുവരാൻ, ഒരു അധ്യായം കൊണ്ടുവരാൻ, ഒരു വാക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. എന്നിട്ടുള്ള പറയുകയാണ്, ഇത്തരത്തിൽ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷവും പരിശുദ്ധ ഖുർആനിന്റെ ആ അത്ഭുതത്തെയും ആ ദിവ്യത്വത്തെയും നിഷേധിക്കുന്ന ആളുകൾക്ക് ഒരുക്കി വെക്കപ്പെട്ടുള്ള ഭയാനകവും ഭീകരവുമായ നരകാഗ്നിയെ കുറിച്ച് നിങ്ങൾ ഭഗവാന്മാരാകണേ, നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്ക്, പരിശുദ്ധ ഖുർആൻ നടത്തിയ വെല്ലുവിളികൾ, അതിന്റെ ഏറ്റവും അവസാനത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയില്ല എന്നുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു വ്യക്തി രചിച്ചതല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരുപാട് അടയാളങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ ഒരു കവിത രചിക്കുമ്പോ, ഒരു ഗദ്യമോ പദ്യമോ രചിക്കുമ്പോ, അയാളുടെ വൈകാരികതകൾക്കനുസരിച്ച് ആ പദ്യത്തിലും ഗദ്യത്തിലും മാറ്റമുണ്ടാകാം. അയാൾ വളർന്ന കുടുംബം, അയാൾ വളർന്ന സാഹചര്യം, അയാൾ വളർന്ന നാട്, കാലാവസ്ഥ, മതം, ജാതി, സംസ്കാരമെല്ലാം ആ സാഹിത്യത്തിൽ സ്വാധീനം ചെലുത്തുന്നതായി കാണാൻ കഴിയുമെന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ ഒരു സംസ്കാരത്തിന്റെ, ഒരു സംസ്കൃതിയുടെ സ്വാധീനവുമില്ല, ഒരു ഭൂപ്രദേശത്തിന്റെ സ്വാധീനവുമില്ല, ഒരു മതവികാരത്തിന്റെ സ്വാധീനവുമില്ല. അറബി ദേശീയതയുടെ പോയിട്ട് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ വൈകാരികതയുടെ സ്വാധീനമില്ല. ആ ഖുർആൻ മുഴുവൻ നരിച്ചു പറക്കിയാലും ആ ഖുർആനിന്റെ വചനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അമിതമായ വികാര പ്രകടനങ്ങൾ കാണാൻ സാധ്യമല്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ പ്രതിപാദിക്കുന്ന ഓരോ വിഷയത്തിലും അതിന്റെ ആ പറയുന്ന ഈ വ്യക്തമായ സാഹിത്യ സൗഷ്ഠവം അത് നിലനിർത്തുന്നുണ്ട്. ഏത് വിഷയമാകട്ടെ, ഒരു സാഹിത്യകാരൻ അയാൾക്ക് കൃത്യമായി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ വിഷയവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഓരോ സാഹിത്യകാരന്മാർക്കും അവരുടേതായ മേഖലകൾ ഉണ്ടാവും. അപ്പോ എന്റെ വ്യക്തിപരമായ ഒരു വിഷയം ഞാൻ പറയട്ടെ. ഞാൻ ഏത് വേദിയിൽ സംസാരിക്കാൻ പോയാലും സംഘാടകർ എന്നോട് പരലോകം പറയും.
കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായി സംസാരിക്കുന്നത് പരലോകത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പോയാൽ അവരോട് ലിബറലിസത്തെ കുറിച്ചും അതുപോലെ തന്നെ റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മേഖല അതാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ മേഖലയുണ്ടാവും, ഓരോ സാഹിത്യകാരന്മാർക്കും ഓരോ മേഖലയുണ്ടാവും. എന്നാൽ പരിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് മറിച്ചു നോക്കുക. ഖുർആനിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മേഖലയില്ല. ഖുർആൻ ഏതൊക്കെ മേഖലയിൽ സ്പർശിച്ചിട്ടുണ്ടോ, ഖുർആൻ ഏതൊക്കെ മേഖലയിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ആ മേഖലകളിലെല്ലാം രചനാ സൗഷ്ഠവം കൃത്യമായി പാലിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സകല വ്യക്തികൾക്കും സംസ്കൃതികൾക്കും രാഷ്ട്രങ്ങൾക്കും ഭാഷകൾക്കും അതീതനായ പടച്ച റബ്ബിൽ നിന്ന് അവതീർണമായതാണ് ആ പരിശുദ്ധ ഖുർആൻ എന്ന നഗ്നമായ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക ഖുർആനിന്റെ പ്രവചനങ്ങൾ അത്ഭുതകരമാണ് ഖുർആനിന്റെ പ്രവചനങ്ങൾ. ഏകദേശം ക്രിസ്താബ്ദം 615 മക്കയിൽ ഒരു പന്തയം നടക്കുകയാണ്. പന്തയം നടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമയ്യത്ത് ഇബ്നു ഖലഫും തമ്മിലാണ്. ഉമയ്യത്തിനെ കുറിച്ച് നമുക്കറിയാലോ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനനാണ്. ഉമയ്യത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹും തമ്മിൽ ഒരു പന്തയം നടക്കുന്നു. എന്താണ് പന്തയത്തിന്റെ കാരണം? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഒരു വചനമാണ് ഇതിന്റെ കാരണം. AD 615 അഗ്നി ആരാധകരായ പേർഷ്യക്കാർ വേദക്കാരായ റോമക്കാരെ തോൽപ്പിച്ചു. സ്വാഭാവികമായി മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അഗ്നി ആരാധകർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു, മുസ്ലിങ്ങൾ വേദക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. പേർഷ്യ റോമിനെ തോൽപ്പിച്ചപ്പോ മുസ്ലിങ്ങൾക്ക് വേദനയും പ്രയാസവും ഉണ്ടായി, മുശ്രിക്കുകൾക്ക് സന്തോഷവും ആഹ്ലാദവും ഉണ്ടായി. ഈ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഒരു വചനം അവതരിപ്പിച്ചു. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം എന്ന് പറയുന്ന വചനം, എന്നടക്കമുള്ള വചനം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. എന്താണ് ഖുർആൻ അതിലൂടെ പറഞ്ഞത്? റോം ജയിച്ചടക്കപ്പെട്ടിരിക്കുന്നു. 3 മുതൽ 9 വരെയുള്ള അക്കങ്ങൾക്കിടയിലുള്ള അക്കത്തിനാണ് ബിദ്അ എന്ന് പറയുക അറബിയിൽ. ഈ 3 മുതൽ 9 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ റോം വിജയിക്കും, റോം പേർഷ്യയെ തോൽപ്പിക്കും. ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയപരമായ സകല കാഴ്ചപ്പാടുകൾ വെച്ച് നോക്കിയാലും റോമിനൊരു തിരിച്ചുവരവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. ആ ഒരു ധൈര്യത്തിലാണ് ആര് വെല്ലുവിളിച്ചത്? ഉമയ്യത്ത് ഇബ്നു ഖലഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വെല്ലുവിളിച്ചത്. എന്നാൽ AD 624 പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ആ ഒരു ടൈം ലിമിറ്റ് അവസാനിക്കുന്നതിന്റെ മുന്നേ റോമാ സാമ്രാജ്യം പേർഷ്യ സാമ്രാജ്യത്തെ തോൽപ്പിക്കുകയും കീഴടക്കുകയും ചെയ്തു. അവിടെയും തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനങ്ങളോട് ഒന്നിച്ചു പറഞ്ഞു, അന്ന് റോം ജയിക്കുമ്പോ മുസ്ലിങ്ങൾക്കും വലിയ സന്തോഷം വരാനുണ്ട്, മുസ്ലിങ്ങൾക്കും വലിയ ആഹ്ലാദം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. AD 624 റോമാ സാമ്രാജ്യം പേർഷ്യയുടെ അടിക്കാലടക്കുന്നത്. പേർഷ്യയുടെ സാമ്രാജ്യത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്ന് അതിന്റെ മുഴുവൻ മുച്ചൂടും നശിപ്പിച്ചു കളയുന്നത് AD 624 ഇതേ കാലഘട്ടത്തിലാണ് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ എന്ന വലിയ വിജയം കൊടുക്കുന്നത്. ആ ബദറിന്റെ രണഭൂമിയിൽ ആയുധങ്ങളും ആൽബലവുമില്ലാതെ തവക്കുലിന്റെ മാത്രം ബലത്തിൽ വാനലോകത്ത് നിന്ന് മനുഷ്യർ തമ്മിലുള്ള സംഘട്ടനത്തിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്ന അത്യപൂർവവും അത്ഭുതകരവുമായ ഒരു യുദ്ധം നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രവചനം, അതിന്റെ ടൈം ലിമിറ്റ്, അത് പറഞ്ഞ കാലം, അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനിരിക്കുന്നത് എല്ലാം വളരെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിന്റെ അപ്പുറത്തേക്ക് ആ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ പന്തയത്തിൽ ഏതാനും ഒട്ടകങ്ങൾ കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല. പ്രവാചകൻ അത് ദാനം ചെയ്യാനാണ് പറഞ്ഞത്. ഇത്രമാത്രം പ്രവചനങ്ങളിൽ സ്പഷ്ടത പുലർത്തുന്ന മറ്റൊരു ഗ്രന്ഥവും ലോകത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, പരിശുദ്ധ നമുക്കറിയാലോ, സഫാ കുന്നിന്റെ മുകളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന ചോദ്യം ചോദിച്ചപ്പോ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് വികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും വചനങ്ങൾ ആദ്യമായി ഉരുവിട്ട മനുഷ്യനാരാണ്? മുഹമ്മദ് മുഹമ്മദെ, നീ നശിച്ചു പോകട്ടെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതെന്ന് പറഞ്ഞ മനുഷ്യനാരാണ്? അബൂലഹബാണ്. അല്ലെ, അബൂലഹബാണ്. ഈ അബൂലഹബ് മരണം വരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അയാൾക്ക് പേരിനെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ ഖുർആൻ തെറ്റാണ് എന്ന് അയാൾക്ക് തെളിയിക്കാമായിരുന്നു. കാരണം
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാരൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അബൂജഹലിന്റെ രണ്ട് കൈകളും നശിച്ചു പോകട്ടെ. അവൻ നശിച്ചിരിക്കുമ്പോ അവന്റെ സമ്പത്തോ അവന്റെ അധികാരമോ ഒരു തരത്തിലും ഉപകരിക്കുകയില്ല. ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ നാളെ നരകത്തിൽ കടന്നെറിയുന്നതാണ് എന്നിങ്ങനെയുള്ള വചനങ്ങൾ അബൂലഹബിന്റെ കർണപുരത്തിലേക്ക് ചെന്ന് പതിച്ചിട്ടുണ്ട്. അബൂലഹബ് അത് കേട്ടിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ബദറിന്റെ ഭൂമിയിൽ പങ്കെടുക്കാതെ പേടിത്തൊണ്ടനായ അബൂജഹൽ അവസാനം മരണപ്പെട്ടത് ശരീരം മുഴുവൻ പുഴുത്തു നാറിയിട്ടാണ്, ശരീരം മുഴുവൻ വ്രണം ബാധിച്ചിട്ടാണ്. ആ സമയത്ത് പോലും അള്ളാന്റെ റസൂൽ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും ഇസ്ലാം സ്വീകരിക്കാൻ അബൂലഹബിന് തോന്നിയില്ല. കാരണം എന്താണ്? ഹൃദയത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ വചനമാണത്. അതുകൊണ്ട് നാശത്തിന്റെ വാക്കുകൾ കൊണ്ട് ഉറപ്പ് നൽകപ്പെട്ട ഒരു മനുഷ്യന് ആ ഖുർആനിനെ വരവേൽക്കാൻ കഴിയില്ല, ഇസ്ലാം സ്വീകരിക്കാൻ കഴിയില്ല, ആ ഖുർആനിനെ തകർത്ത് തരിപ്പണമാക്കാനും കഴിയില്ല. കാരണം ആ ഖുർആനിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് പടച്ച റബ്ബാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിന്റെ അപ്രമാദിത്യമാകട്ടെ, അതിന്റെ വചനങ്ങളാകട്ടെ, അതിന്റെ വെല്ലുവിളിയാകട്ടെ, അതിന്റെ സാഹിത്യ സൗഷ്ഠവമാകട്ടെ, അതിന്റെ സാഹിത്യ ഭംഗിയാകട്ടെ, ഏത് വിഷയമാകട്ടെ, അതെല്ലാം അതിന്റെ സംരക്ഷണമെല്ലാം ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ ബാധ്യതയാണ്. പടച്ച റബ്ബ് ബാധ്യതയായി ഏറ്റെടുത്തതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകപ്പെട്ട ഗ്രന്ഥമാണ്, നമുക്കായി അള്ളാഹു നൽകിയതാണ്. അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതി ഉലൈക യുഅ്മിനൂന ബി വമൻ യക്ഫുർ ബി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നാം ഈ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അവരതിന്റെ പാരായണം പ്രകാരം അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉലൈക യുഅ്മിനൂന ബി, അവരതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വമൻ യക്ഫുർ ബിഹി, ആരെങ്കിലും ഈ പറയുന്ന പരിശുദ്ധ ഖുർആനിൽ അവിശ്വസിക്കുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാകുന്നു യഥാർത്ഥത്തിലുള്ള നഷ്ടക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അവരിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പരിതസ്ഥിതി എന്താണ്? നാളെ മഹ്ശറയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വചനമുണ്ട്, ഒരു വാക്കുണ്ട്. വഖാല റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഈ ജനതയെന്നല്ല റബ്ബേ, എന്റെ ഈ ഉമ്മത്തെന്നല്ല റബ്ബേ, ഈ പരിശുദ്ധ ഖുർആൻ അവർ രണ്ടാം കിടയായിട്ടാണ് കണ്ടത്, ഈ ഖുർആൻ അവർ സെക്കൻഡറി ആയിട്ടാണ് കണ്ടതെന്ന് അള്ളാഹുവിന്റെ റസൂല് പരാതി പറഞ്ഞിട്ട് വിരൽ ചൂണ്ടുമ്പോ ആ വിരലിന്റെ മുന്നിൽ നമ്മൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സദസ്സുകൾ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള വേദികളും ഇത്തരത്തിലുള്ള പദ്ധതികളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്ത് പരിശുദ്ധ ഖുർആന്റെ രണ്ടാമത്തെ ഒരു സംഗതിയായി മാറ്റിവെച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഖുർആനില്ല, ആഘോഷങ്ങളിൽ ഖുർആനില്ല, അനുഷ്ഠാനങ്ങളിൽ ഖുർആനില്ല, വിശ്വാസ രംഗത്ത് ഖുർആനില്ല. വിശ്വാസത്തിൽ ഉമ്മത്തിന് ജീർണത ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുമോ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നൂറിന്റെ 55-ാമത്തെ ആയത്തിൽ ലോകത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്താണെന്ന് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. എന്താണത്? യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ പങ്കു ചേർക്കാതെ, എന്നിൽ ശിർക്ക് ചെയ്യാതെ എന്നെ ആരാധിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ അവകാശങ്ങൾ ഞാൻ തിരിച്ചു തരാം, നിങ്ങളുടെ മതത്തിന് പ്രാബല്യം നൽകാം, ഭയപ്പാടിൽ നിന്ന് നിർഭയത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ പകരം പറിച്ചു തരാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, വാഗ്ദാനമാണ്. അതിന് പടച്ച റബ്ബ് മുന്നോട്ട് വെച്ച ഉപാധി ശിർക്കില്ലാതെ എന്നെ ആരാധിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ കാണിച്ചിരുന്ന അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ. ഒരു തരത്തിലും അവരുടെ വിശ്വാസത്തിൽ ദുൽമ കലർത്താത്തവരാണവർ, ഒരു തരത്തിലും അവരുടെ വിശ്വാസത്തിൽ അക്രമം കലർത്താത്തവരാണവരെന്ന് പരിശുദ്ധ ഖുർആനിൽ
അല്ലാഹു പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന്, ആ ഒരു വിശ്വാസത്തിന്റെ അവസ്ഥയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് വിദൂരം നടന്നിരിക്കുന്നു. അവരതാ മുദബ്ബിറുൽ സിയം മടമൂനാണെന്ന് പറയുന്നു. മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പകരം സിയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിത്യമോചനം ലഭിക്കുമെന്ന വലിയ ഘോഷവർത്തമാനം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ രംഗത്ത് ഉമ്മത്ത് പരിശുദ്ധ ഖുർആനിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. മാല മൗലിദിലേക്ക്, പാള കിതാബുകളിലേക്ക്, ഇത്തരത്തിലുള്ള കള്ളക്കറാമത്ത് കഥകളിലേക്ക്, ജൂതന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു പൊങ്ങിയ മനുഷ്യ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഇത്തരത്തിലുള്ള കള്ളക്കറാമത്ത് കഥകളിന്റെ പ്രിയപ്പെട്ടവരെ യാദൃച്ഛികതകളല്ല, മറിച്ച് ബോധപൂർവമുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മൾ തിരിച്ചറിയാം. വിശ്വാസത്തിന്റെ വിഷയത്തിൽ നാം പരിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെ വിഷയത്തിൽ നാം പരിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സിൽമിലേക്ക്, ഇസ്ലാമിലേക്ക്, കീഴ്വഴക്കത്തിലേക്ക്, സമർപ്പണത്തിലേക്ക് നിങ്ങൾ മുഴുവനായി പ്രവേശിച്ചു കൊള്ളുക. വലാ തത്തബിഊ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടുപോകരുത്, അവന്റെ വാക്കുകൾ നിങ്ങൾ പിൻപറ്റി പോകരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. മുസ്ലിം ഉമ്മത്തിന്റെ കല്യാണങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് നടക്കുന്നത്. പെണ്ണ് കാണൽ എന്ന പേരിൽ ആദ്യമായി വീട്ടിലേക്ക് പോയിട്ട് ആ പോകുന്നത് തന്നെ ഒരുപാട് ചങ്ങാതിമാരെ കൂട്ടിയിട്ടാണ്. എന്നിട്ട് ചങ്ങാതിമാരോട് താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ചോദിക്കുന്ന ഒരു മുസ്ലിം യുവാവിന്റെ അധപ്പതനത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ പെണ്ണിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. ഒരു പെണ്ണൊരാണിന് ഹലാലാകുന്നത് എപ്പോഴാണ്? ആ പെണ്ണിന്റെ പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മകളെ ഞാൻ വധുവായി ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് കഴിയുന്നത് വരെ, വലിയ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് വരെ ആണും പെണ്ണും അന്യര് തന്നെയാണ്. എന്നാൽ ഇന്നെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിൽ നടക്കുന്നത് എന്താണ്? പെണ്ണ് കാണൽ അന്നതാ ഫോൺ കൈമാറുകയാണ്, പിന്നെ ഫോൺ വിളിയായി, പിന്നെ കോളേജിലേക്ക് കൊണ്ടുവരലായി, കോളേജിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരലായി, പിന്നെ ബീച്ചിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഹോട്ടലുകളിലും കറങ്ങാൻ പോകലായി. വിവാഹത്തിന് ശേഷം മാത്രം അള്ളാഹു അനുവദിച്ച എല്ലാ സംഗതികളും അവിടെ തുടങ്ങുകയാണ്. പച്ചയായ വ്യഭിചാരം വരെ നടക്കുകയാണ്. എവിടെയാണ് അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവുക? നിങ്ങൾ കുടുംബ കോടതികളിൽ ജോലി ചെയ്യുന്ന വക്കീലന്മാരോട്, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു കൊള്ളുക. മുമ്പ് ചോദിച്ചു നോക്കുക. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഡിവോഴ്സ് റേറ്റ് ഏറ്റവും കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വിവാഹമോചനങ്ങൾ ഓരോ ദിവസവും നൂറുകണക്കിന് വരികയാണ് കേരളക്കരയിൽ തന്നെ. എന്തുകൊണ്ടാണത്? അള്ളാഹുവിന്റെ റഹ്മത്തി ബന്ധങ്ങളില്ല, അള്ളാഹുവിന്റെ റഹ്മത്തി ബന്ധങ്ങളില്ല. ഹറാമിൽ തുടങ്ങിയതാണ്, ഹറാമിൽ പുരോഗമിച്ചതാണ്, പിശാചിന്റെ വർത്തമാനങ്ങളും വാക്കുകളും കേട്ടതാണ്. അവിടെയും അവസാനിക്കുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. പിന്നീട് അങ്ങോട്ട് നിശ്ചയത്തിന്റെ പേരിലുള്ള മാമാങ്കങ്ങൾ വേറെയാണ്, വിവാഹത്തിന്റെ അന്ന് നടക്കുന്ന മാമാങ്കങ്ങൾ വേറെയാണ്. ഈ അടുത്ത കാലത്താണ് നമ്മൾ കണ്ടത്, ഒട്ടകപ്പുറത്ത് വന്നിട്ട് കിലോമീറ്ററുകളോളം വാഹനം ബ്ലോക്കാവുകയാണ്. എന്നിട്ട് അവസാനം പോലീസ് ലാത്തി വീശേണ്ടി വരുന്ന അവസ്ഥയാണ്. ഈ ഒരൊറ്റ പ്രവർത്തനം കാരണം, ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനം കാരണം ഒരു ജില്ലാ ഭരണകൂടത്തിനും പ്രത്യേകമായ നിയമനിർമ്മാണം ഉണ്ടാക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് സ്കൂൾ കുട്ടിയുടെ യൂണിഫോം ഇട്ടുകൊണ്ട് എന്തൊക്കെയോ കോപ്പിരാട്ടുകൾ കാണിച്ചുകൊണ്ട് ഒരു യുവാവ് പെണ്ണിന്റെ വീട്ടിലേക്ക് വന്നത്. അതിനു മുമ്പാണ് ശവപ്പെട്ടിയിൽ ഒരു യുവാവിനെ കൊണ്ടുവന്നത്. എന്തൊക്കെ തോന്നിവാസങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് യുവതലമുറ വിവാഹ രംഗത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ വീട്ടുകാരെ ഉപദ്രവിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഈ സമുദായത്തെ, ഈ മതത്തെ പറയിപ്പിക്കാൻ പറ്റുമോ, ആ വിധമെല്ലാം അവരെങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത് പരിശുദ്ധ ഇസ്ലാമാണ്, ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത് മുസ്ലിം ഉമ്മത്താണ്. വിവാഹം കഴിക്കുന്ന വിവാഹത്തിന്റെ അന്ന് വധുവിന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ പോയിട്ട് നടത്തുന്ന ഉപദ്രവങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവിടെയുള്ള ലൈറ്റുകൾ അടിച്ചു തകർക്കുക, അവിടെയുള്ള ഭക്ഷണങ്ങൾ മലിനമാക്കുക,
പന്തലുകൾ അടിച്ചു തകർക്കുക, ഇത്തരത്തിൽ റാഗിംഗ് എന്ന പേരിൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും അടിച്ചു വരുമ്പോ നിങ്ങൾ ഇതിന്റെ പട്ടിക ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന പേര് മുസ്ലിം ഉമ്മത്തിൻ്റെതാണ്. ഈ ഉമ്മത്തിൽപ്പെട്ടവരുടേതാണ്. അവിടെ നിന്നും ഖുർആനിൽ പ്രിയപ്പെട്ടവരെ വിവാഹത്തിന്റെ വേളകളിൽ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നത് ആകെ എവിടെയാണെന്നറിയുമോ? നിക്കാഹിന്റെ രംഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ, വിവാഹം കഴിപ്പിക്കാൻ വന്ന ഖുതുബ നടത്താൻ വന്ന ഖതീബ് നടത്തുന്ന ഒരു ചെറിയ പ്രസംഗത്തിൽ മാത്രം ഇസ്ലാം ഒതുങ്ങിപ്പോവുകയാണ്. ആ പ്രസംഗം നടത്തുന്നതിന് മുന്നേ ഖതീബിന് വ്യക്തമായ നിർദ്ദേശം കൊടുക്കുകയാണ്. 10 മിനിറ്റിൽ കൂടി പോകരുത്, 15 മിനിറ്റിൽ കൂടി പോകരുത്. കാരണം ഇസ്ലാം അത്ര മതി, സംസാരം അത്ര മതി, ആളുകൾക്ക് കേൾക്കാൻ ക്ഷമയില്ല, ആഘോഷത്തിലേക്ക് ആർമാദിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാനുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അമിതമായി സന്തോഷിക്കുന്നവരെ, അമിതമായി ആനന്ദിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പരിശുദ്ധ ഖുർആനെ നാം സ്വീകരിക്കുക, ഖുർആനെ നാം മാതൃകയായി സ്വീകരിക്കുക. കുടുംബ രംഗത്താകട്ടെ, വൈവാഹിക രംഗത്താകട്ടെ, ആഘോഷത്തിന്റെ രംഗത്താകട്ടെ, പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോ, മാതാപിതാക്കളോട് ഇടപഴകുമ്പോ, കുടുംബ ജീവിതത്തിൽ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ ഖുർആനിനെ നാം മാതൃകയാക്കേണ്ടതുണ്ട്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുറത്ത് പേമാരി പെയ്തുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കുട്ടിയോട് നനയരുത് എന്ന് നാം പറയുമ്പോൾ അവന്റെ കയ്യിലേക്ക് ഒരു കുട കൊടുക്കേണ്ടതുണ്ട്. കുടയോ റെയിൻകോട്ടോ കൊടുക്കാതെ നീ നനയാതെ തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ അത് നാം പറയുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. അധാർമികതകളുടെ, വൃത്തികേടിന്റെ, ഫാഹിഷത്തിന്റെ, പൈശാചികതകളുടെ പേമാരിയാണ് പുറത്തു പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ സംരക്ഷണ കവചം പരിശുദ്ധ ഖുർആനാണ്, അള്ളാന്റെ റസൂലിന്റെ ചര്യയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ എന്ന കുട, ആ ഖുർആൻ എന്ന സംരക്ഷണ കവചം, ആ ഖുർആൻ എന്ന പ്രതിരോധ വലയം നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം നൽകുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം അത് സമ്മാനമായി നൽകുക. 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതുല്യമായ ഒരു വിപ്ലവം കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. ഏത് രീതിയിലുള്ള മനുഷ്യരെയാണ് പരിശുദ്ധ ഖുർആൻ മാറ്റിയെടുത്തത്, ഏത് രീതിയിലാണ് ജനങ്ങളുടെ ഹൃദയങ്ങൾ അത് സ്വാധീനിച്ചത് എന്ന് ചരിത്രത്തിന്റെ താളുകൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പിലേക്ക് മറിച്ചു നോക്കിയാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഖുർആൻ ആസ്വാദനത്തിൽ കേട്ട വചനങ്ങളുണ്ടല്ലോ, ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى. ഈ വചനങ്ങളുടെ കാരണം മാറ്റം സംഭവിക്കുന്നത് ആർക്കാണെന്നറിയുമോ? കാലച്ചന്തയെ വിറപ്പിച്ചിരുന്ന ഗുസ്തിക്കാരനായിരുന്ന ആരാലും മാറ്റപ്പെടാൻ സാധിക്കാത്ത ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും മകൻ ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യതയില്ല എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ അത്ഭുതത്തോടെ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മനുഷ്യന്റെ മനസ്സിലേക്കാണ് മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം വീശിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ കൊണ്ട് ഇളകാത്ത മനസ്സുകളില്ല, ഖുർആൻ കൊണ്ട് തകരാത്ത ഹൃദയങ്ങളില്ല, ഖുർആൻ കൊണ്ട് നിറയാത്ത കണ്ണുകളില്ല, ഖുർആൻ കൊണ്ട് മാറ്റം വരാത്ത ജീവിതങ്ങളില്ല, ഖുർആൻ കൊണ്ട് സാധ്യമല്ലാത്ത വിപ്ലവങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യത എന്താണ്? ആ ഖുർആനിനെ സ്വീകരിക്കുക എന്നതാണ്, ആ ഖുർആനിനെ നൽകുക എന്നതാണ്, ആ ഖുർആനിനെ പ്രചരിപ്പിക്കുക എന്നതാണ്, ആ ഖുർആനിന്റെ വാഹകരും പ്രബോധകരും പ്രചാരകരുമായി മാറുക എന്നതാണ്. ഉമ്മത്തിന്റെ വിമോചനത്തിന്റെ പടപ്പാട്ടായി പരിശുദ്ധ ഖുർആനിനെ പഠിപ്പിക്കുക എന്നതാണ്. ലോകത്ത് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇസ്സത്തിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. ഇസ്സത്ത് പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടി അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വചനങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നതാണ്, അള്ളാഹുവിന്റെ വാക്കുകളിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. ജീവിതത്തിന്റെ അകവും പുറവും പരിശുദ്ധ ഖുർആനായി മാറുക എന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുമ്പോ ചില മനുഷ്യരുടെ ഖബറിന്റെ പുറത്ത് ഖുർആൻ അങ്ങനെ നിൽക്കുമെന്നാണ്, ഖുർആൻ അങ്ങനെ അവരെ കാത്തു നിൽക്കുമെന്നാണ്. ആ മനുഷ്യരിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ ഖുർആൻ എന്നാണ്, നിനക്കെന്നെ അറിയുമോ, എന്നെ നിനക്ക് മനസ്സിലായോ? ആ ഖബറാളി പറയുമെന്നാണ്, ആരാണ് നീ, എനിക്ക് നിന്നെ മനസ്സിലായില്ല. ഈ ചോദ്യം ഇങ്ങനെ 3 തവണ ആവർത്തിക്കുമെന്നാണ്. 3 തവണ ആവർത്തിച്ച് ആ മനുഷ്യൻ അറിയില്ലെന്ന് മറുപടി പറയുമ്പോ ഖുർആനത പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിന്റെ ഖുർആനാണ്.
നീ പഠിച്ച, നീ പാരായണം ചെയ്ത, നീ പ്രബോധനം ചെയ്ത, നീ പ്രചാരണം നടത്തിയ, നീ നിന്റെ ജീവിതത്തിൽ മാതൃകയായി അവലംബിച്ച പരിശുദ്ധ ഖുർആനാണ് ഞാൻ. ഖുർആനതാ മനുഷ്യരൂപം പ്രാപിച്ചു വന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആ ഖുർആൻ അവന്റെ വലത് കൈയിലേക്ക് ഖുൽദും, ഇടത് കൈയിലേക്ക് മുൽക്കും നൽകുകയാണ്. വലത് കൈയിലേക്ക് അനശ്വരത നൽകുകയാണ്, ഇടത് കൈയിലേക്ക് മുൽക്ക് നൽകുകയാണ്. നാളെ പരലോകത്ത് സ്വർഗം കാണുമ്പോൾ നബിയെ, ഉന്നതമായ രാജാധികാര സോപാനങ്ങൾ ആ സ്വർഗത്തിൽ അങ്ങേക്ക് കാണാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രാജാധികാരത്തിന്റെ ചെങ്കോലാണ് ഖുർആൻ ഈ മനുഷ്യന്റെ ഇടത് കൈയിലേക്ക് കൊടുക്കുന്നത്, ഖുൽദാണ് വലത് കൈയിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് അവനോട് പറയപ്പെടുകയാണ്, ഖുർആൻ നീ പാരായണം ചെയ്തുകൊള്ളുക. അങ്ങനെ ഖുർആൻ അയാൾ പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. ഓരോ ആയത്തുകൾ കഴിയുമ്പോഴും രാജാധികാരത്തിന്റെ സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിലെ പടികൾ അയാൾ അങ്ങനെ കയറിപ്പോവുകയാണ്. മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ ദറജ, അത്രയും വലിയ ഉന്നതങ്ങളിലുള്ള സോപാനം ആ മനുഷ്യൻ നേടിയെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയൊരു സമാധാനമാണ് പ്രിയപ്പെട്ടവരെ. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊരു അന്യനാട്ടിലേക്ക് പോവാൻ, അന്യനാട്ടിലേക്ക് നമുക്ക് ഭാഷ അറിയില്ല, ഒരു പരിചയക്കാരും ഇവിടെ ഇല്ല, ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരാൾ, ഫോണിലൂടെ ബന്ധപ്പെട്ട ഒരാൾ കൂട്ടാൻ വരാം എന്ന് പറഞ്ഞ ആശ്വാസം മാത്രമാണ്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി, എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, ആ എയർപോർട്ടിന്റെ പുറത്ത് നമ്മളിങ്ങനെ കാത്തു നിൽക്കാൻ, കൂട്ടാൻ വരാം എന്ന് പറഞ്ഞ ആളെ കാണാനില്ല. നമുക്ക് അവിടെ തോന്നുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്, ഒരു ഭീതിയുണ്ട്, ഒരു അപരിചിതത്വമുണ്ട്, ഒരു വൈചിത്ര്യമുണ്ട്. അത് വല്ലാത്തൊരു ആ സമയത്താണ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചപ്പുറത്ത് നിന്ന് പച്ച മലയാളം കേൾക്കുന്നത്. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ 9ലും 10ലൊക്കെ നമ്മുടെ കൂടെ പഠിച്ച ഏതാനും ആളുകളാണ്. നമ്മുടെ എല്ലാ പേടിയും അവിടെ ഇല്ലാതാവുവാൻ, നമ്മുടെ എല്ലാ പ്രയാസവും അവിടെ ഇല്ലാതാവുവാൻ. പിന്നെ നമ്മളവിടെ സുരക്ഷിതരായി, നമുക്കവിടെ വേണ്ടപ്പെട്ടവരായി, കൂട്ടുകാരായി. പ്രിയപ്പെട്ടവരെ, ഹശ്റിന്റെ മൈതാനി മഅ്ശറ അപരിചിതമായൊരു ലോകമാണ്. ഒറ്റക്കൊറ്റക്കാണ് നമ്മളെല്ലാം ആ മൈതാനിയിലേക്ക് വരിക. അവിടെ നമ്മുടെ കൈ പിടിക്കാൻ, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ താങ്ങും തണലുമായി വർത്തിക്കാൻ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ മനുഷ്യരൂപത്തിൽ വരിക എന്നത് ഒരു വലിയ നേട്ടമാണ്, വലിയ കാര്യമാണ്. അതുകൊണ്ട് ആ ഖുർആന് വേണ്ടി പ്രവർത്തിക്കുക. ആ ഖുർആൻ എത്ര പ്രായമായാലും ആ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം മരണത്തിന്റെ മുന്നേ നമ്മൾ തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിന്റെ വക്താക്കളായി, ആ ഖുർആനിന്റെ പ്രചാരകരും പ്രബോധകരുമായി ജീവിതം ജീവിച്ചു തീർക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.